ചില മുതലാളിമാരെങ്കിലും കരുതും ഈ രേഖകളൊന്നും ഇല്ലാതെ നിൽക്കുകയാണെങ്കിൽ അവരെ പിടിച്ച് ജോലിക്ക് വെച്ചാൽ ചെറിയ കാശ് കൊടുത്താൽ മതി, പിണങ്ങാനും വഴക്കുണ്ടാക്കാനൊന്നും വരില്ല. അതുപോലെ നുഴഞ്ഞുകയറ്റക്കാരായ ആളുകൾ, യാതൊരു രേഖയുമില്ലാത്ത ആളുകൾ, ഇവർക്കൊക്കെ ചിലർ അനുകമ്പ കാണിച്ചുകൊണ്ട് ജോലി കൊടുക്കും, ചിലരാവട്ടെ ഇങ്ങനെ ചൂഷണം ചെയ്യാൻ വേണ്ടി ജോലി കൊടുക്കും. എന്താണെങ്കിലും പിടിക്കപ്പെട്ടാൽ കനത്ത പിഴ നൽകേണ്ടി വരും. ജോലി കൊടുക്കുന്നയാളും ജോലി ചെയ്യുന്നയാളുമൊക്കെ ജയിൽ ശിക്ഷ അടക്കമുള്ളവ നേരിടേണ്ടി വരും. ഈ പിഴ എന്ന് പറയുമ്പോൾ 1 ലക്ഷം മുതൽ 5 മില്യൺ ദിർഹം വരെയുള്ള പിഴയായിരിക്കുമെന്ന കാര്യം ഓർമ്മയിൽ വേണം. ജയിൽ ശിക്ഷ എന്ന് പറയുമ്പോൾ കുറഞ്ഞത് 2 മാസമായിരിക്കും എന്നതും ഓർമ്മയിൽ വേണം. അതുകൊണ്ട് ഇത്തരക്കാരെ എവിടെയെങ്കിലും വെച്ച് ശ്രദ്ധയിൽപ്പെട്ടാൽ, കണ്ടാൽ നിങ്ങൾ നിയമ നടപടിയിലേക്ക് പോകും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി നിൽക്കണം. രേഖകൾ ഉണ്ടാക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്നത് ആലോചിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുക. അല്ലാതെ ജോലി കൊടുക്കരുതേ എന്ന് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾ പറയുന്നത് നമ്മളൊന്ന് ശ്രദ്ധ വയ്ക്കണം. UAE-യിൽ വെള്ളിയാഴ്ചകളിൽ ജുമാ നമസ്കാര സമയം വീണ്ടും ഉച്ചയ്ക്ക് 12:45 ആരംഭിക്കാൻ തീരുമാനമായിട്ടുണ്ട്. ജനുവരി ആദ്യവാരം മുതൽ ഇത് പ്രാബല്യത്തിൽ വരും. നേരത്തെ 1:15 തുടങ്ങണമെന്ന് പറഞ്ഞിരുന്നു. സമ്മറാവുമ്പോൾ നമസ്കാരവും ഖുത്ബയും കൂടെ ചേർത്ത് 10 മിനിറ്റിൽ അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഷാർജ ഒഴികെയുള്ള എമിറേറ്റുകളിലാണ് ഈ 1:15 ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഷാർജയിൽ സാധാരണ മുമ്പുണ്ടായിരുന്ന അതേ ജുമാ സമയത്ത് തന്നെയാണ് നമസ്കാരം നടക്കുന്നത്. കാരണം ഷാർജയിൽ വെള്ളിയാഴ്ച അവധി തന്നെയാണ് പഴയതുപോലെ. ആ സാഹചര്യത്തിലാണ് മുമ്പത്തേത് തുടരുന്നത്. ഏതായാലും ജനുവരി 2 വെള്ളിയാഴ്ച മുതൽ 2026 തുടക്കം മുതൽ തന്നെ പഴയതുപോലെ 12:45 എന്ന രൂപത്തിലേക്കാക്കി, അരമണിക്കൂർ നേരത്തെ ആക്കിയിട്ടുണ്ട്. UAE-യുടെ ഇസ്ലാമിക് അഫയേഴ്സ്, ഔക്കാഫ്, സക്കാത്ത് അതോറിറ്റിയാണ് ഇക്കാര്യം ഇന്ന് ഒരു ഔപചാരികമായ പ്രഖ്യാപനത്തിലൂടെ അറിയിച്ചിരിക്കുന്നത്. ദുബായിലെ എയർപോർട്ടിൽ ചെക്ക് ഇൻ ചെയ്യുന്നത് പോലെ ബയോമെട്രിക് രീതിയിൽ ഡിജിറ്റലായിട്ട് ദുബായിലെ ഹോട്ടലുകളിലും ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു അപ്രൂവൽ ദുബായ് ക്രൗൺ പ്രിൻസ് നൽകിയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഒരിക്കൽ ഇനി ഒരു രേഖ അവിടെ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ രേഖയൊന്നും വേണ്ട. നേരിട്ട് നമ്മൾ ചെല്ലുമ്പോൾ മുഖം മനസ്സിലാക്കി അല്ലെങ്കിൽ വിരൽ സ്പർശം മനസ്സിലാക്കി നമുക്ക് പെട്ടെന്ന് തന്നെ കടന്നു പോകാൻ പറ്റുന്ന, ചെക്ക് ഇൻ ചെയ്യാൻ പറ്റുന്ന സംവിധാനമാണ് ദുബായിലെ ഹോട്ടലുകളിലും വരാൻ പോകുന്നത് എന്നർത്ഥം. ദുബായിലെ ഹോട്ടലുകളുടെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, അറിഞ്ഞിരിക്കണം, എല്ലാവരെയും അറിയിച്ചിരിക്കണം. ഈ ഡിസംബർ 31 രാത്രി ഏറ്റവും വിലപിടിച്ച രാത്രിയാണ് ദുബായിയെ സംബന്ധിച്ചിടത്തോളം. ഒരു ഹോട്ടലിലെ റൂമിന് എത്രയാകും അന്ന് കിട്ടാനില്ലാത്ത അവസ്ഥയാണ്. അത്രയ്ക്കുള്ള ആർഭാട ഐശ്വര്യപൂർണമായിട്ടുള്ള പുതിയ തുടക്കത്തിന് വേണ്ടിയുള്ള ഒരുപാട് നടപടിക്രമങ്ങൾ, കരിമരുന്ന് പ്രയോഗങ്ങൾ, അത്രയ്ക്കുള്ള ഒരു വിഷ്വൽ എഫക്റ്റ്. അങ്ങനെ ദുബായ് മാറുമ്പോൾ ആ ദിവസം ദുബായിൽ താമസിക്കാൻ പറ്റുമോ എന്നാലോചിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് സഞ്ചാരികൾ വരുന്ന ദിവസമാണ്. അറ്റ്ലാന്റിസ് ഹോട്ടലിലെ ഒരു സ്പെഷ്യൽ സ്യൂട്ട് റൂം 10 ഗസ്റ്റുകൾക്ക് താമസിക്കാൻ ഒരു രാത്രിക്ക് 2 ലക്ഷം ദിർഹംസാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിനു പോലും ബുക്കിങ്ങിന് ക്യൂ നിൽക്കുന്ന ഒരു പ്രദേശമായി ദുബായും ദുബായിലെ ഹോട്ടൽസും മാറുകയാണ്. ഉത്തർപ്രദേശിൽ നിന്ന് ഒരുപാട് തൊഴിലാളികൾ UAE-യിൽ ജോലി ചെയ്യുന്നുണ്ട്. അവർക്കും അതുപോലെ ഒരുപാട് കുട്ടികൾ ഉത്തർപ്രദേശിൽ നിന്ന് വന്ന് ഇവിടെ പഠിക്കുന്നുണ്ട്. അവർക്കൊക്കെ നല്ലൊരു അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടി എയർ ഇന്ത്യ എക്സ്പ്രസ് നല്ലൊരു വാർത്ത നൽകുന്നു. ഇന്നലെ മുതൽ ആരംഭിച്ചിരിക്കുന്നു ആ സർവീസ്. ഉത്തർപ്രദേശിലെ ലക്നൗ വിമാനത്താവളത്തിൽ നിന്ന് റാസൽ ഹൈമയിലേക്ക് ഡയറക്റ്റ് എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ സർവീസ്. ആഴ്ചയിൽ 3 ദിവസമാണ്, തിങ്കൾ, ബുധൻ, വെള്ളി. ഒത്തുവന്ന റിട്ടേൺ ടിക്കറ്റിന് ഒരു 1000 ദിർഹത്ത് ചുറ്റിപ്പറ്റി കിട്ടും. ഇനി കൂടിപ്പോയ 1500, 600 എന്ന രൂപത്തിൽ കിട്ടും എന്നതാണ് ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന വിവരം. എന്നാൽ സീസൺ അനുസരിച്ച് ഇനി മാറുമോ എന്നറിയില്ല. ഏതായാലും റാസൽ ഹൈമ എയർപോർട്ടിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് കേരളത്തിലെ എയർപോർട്ടുകളിലേക്ക് കുറച്ചുകൂടി ധന്യമായ രൂപത്തിൽ കൂടുതലായിട്ട് സർവീസുകൾ നടത്തണമെന്ന ആവശ്യം കൂടി ഈ സമയത്ത് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ്. Night updates supported by Prime Health, Hashim Hypermarket, Kalyan Jewellers, Lulu, Partha Signature, Abu Shagara Sharjah, White House Advocates and Legal Consultants, Tasi Gold and Diamonds, eLessons.net, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Fira Foods, Gold Star Rent-A-Car, Al Usud Cargo, Areen Group of Companies, Ayurmana Ayurveda and Panchakarma Center.